അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം നീങ്ങി. കൈവശമുള്ളത് 5.8 കോടി ബാരൽ എണ്ണ മാത്രം. എങ്കിലും അവ വിൽക്കാൻ കഴിയാതെ വലയുകയാണ് ഇറാൻ. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിൽക്കാൻ കഴിയാത്തത് വലിയ പ്രതിസന്ധിയാണ് ഇറാന് സമ്മാനിച്ചിരിക്കുന്നത്. 60 ദിവസത്തേക്കാണ് ഉപരോധം അമേരിക്ക നീക്കം ചെയ്തത്. വാങ്ങാൻ ആളെ കിട്ടാത്തതാണ് ടെഹ്റാൻ നേരിടുന്ന പ്രതിസന്ധി. ആകെ കൈവശമുള്ള എണ്ണക്കപ്പലുകൾ കടലിൽ തമ്പടിച്ചിരിക്കുകയാണ്. വാങ്ങാൻ ആരും മുന്നോട്ട് വരുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് ആകെ എണ്ണ ശേഖരത്തിൽ 90% കൂടുതൽ ഇനിയും ബാക്കിയാണ്. എന്നാൽ യുദ്ധപ്രതിസന്ധി ഘട്ടത്തിൽ ഉയർന്ന ക്രൂഡ് ഓയിൽ വില കണക്കിലെടുക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിൽപ്പന പെട്ടെന്ന് നടക്കേണ്ടതാണ്. വിലയിൽ ഓഫറുകൾ പ്രഖ്യാപിച്ചാൽ അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെ ആകർഷിക്കും. വാങ്ങാൻ ഇന്ത്യയും ചൈനയും മുന്നോട്ട് വരുമെന്നാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത്. തുറമുഖങ്ങളിൽ ഉൾപ്പെടെ ഓഗസ്റ്റ് പകുതി വരെയാണ് ഉപരോധം പിൻവലിച്ചിരിക്കുന്നത്. ഈ കാലയളവിനുള്ളിൽ വിൽപ്പന നടന്നില്ലെങ്കിൽ അമേരിക്കയുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുമ്പോൾ ഇറാന് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടതായി വരും. പ്രത്യേകിച്ച് സാമ്പത്തികമായി വലിയ തിരിച്ചടിയേറ്റ് നിൽക്കുമ്പോൾ തിരിച്ചുവരവിന്റെ പ്രധാന മാർഗം പോലും ക്രൂഡ് ഓയിൽ വിൽപ്പനയാണ്. ഇന്ത്യക്ക് ഇറാനിൽ നിന്ന് വീണ്ടും എണ്ണ വാങ്ങാൻ താൽപര്യമുണ്ട്. ഇത് സംബന്ധിച്ച് ചർച്ചകളും നടന്നതാണ്. എന്നാൽ ഓഗസ്റ്റ് വരെയുള്ള എണ്ണ വിതരണം ഇന്ത്യ നേരത്തെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. പണമിടപാടിന്റെ കാര്യത്തിൽ വ്യക്തത വന്നാൽ മാത്രമേ ഇന്ത്യ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കൂ എന്നാണ് വിവരങ്ങൾ. പശ്ചിമേഷ്യൻ യുദ്ധസമയത്ത് ഉയർന്ന വില നൽകി വാങ്ങിയിരിക്കുന്ന ക്രൂഡ് ഓയിലാണ് ഇപ്പോഴും ഇന്ത്യയിൽ ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നത്. ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ ചർച്ച തുടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ വിലക്ക് നീങ്ങിയ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകാൻ താൽപര്യമുണ്ടെന്ന് ഇറാൻ അറിയിച്ചു. അന്താരാഷ്ട്ര വിപണിയിലെ വിലയേക്കാൾ $3-4 കിഴിവ് ഇന്ത്യക്ക് നൽകാമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യ തയ്യാറായേക്കും. എന്നാൽ ഗൾഫ് രാജ്യങ്ങളുടെ അതൃപ്തിക്ക് ഇത് ഈടാക്കാതിരിക്കാനുള്ള വഴികൾ തേടുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. അമേരിക്കൻ വിലക്കുണ്ടായിരുന്നപ്പോൾ ചൈനയിലേക്കാണ് പ്രധാനമായും ഇറാൻ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യൻ കപ്പലുകളിൽ ഇനി 12 എണ്ണമാണ് തിരിച്ചെത്താനുള്ളതെന്ന കണക്കാണ് ഷിപ്പിംഗ് മന്ത്രാലയം നൽകുന്നത്. പശ്ചിമേഷ്യയെ കടുത്ത യുദ്ധഭീതിയിലാഴ്ത്തിയ അമേരിക്ക ഇറാൻ സംഘർഷം അവസാനിക്കുന്നതായും സൂചനകളുണ്ട്. മേഖലയിലെ വെടിനിർത്തൽ ധാരണ പോലും അനിശ്ചിതത്വത്തിലാക്കിയ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാൻ ഇരുപക്ഷവും ധാരണയിലെത്തി. സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ദോഹയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ചർച്ചകൾ നടന്നു. വെടിനിർത്തലിന് പിന്നാലെ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന കനത്ത സൈനിക സംഘർഷങ്ങൾക്കൊടുവിലാണ് പുതിയ നയതന്ത്ര നീക്കം. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ കപ്പലാക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാന്റെ സിരിക് ഖ്വഷം ദ്വീപുകളിൽ 10 കേന്ദ്രങ്ങളിൽ അമേരിക്ക മിസൈൽ വർഷിച്ചിരുന്നു. ഇതിനു മറുപടിയായി ബഹ്റൈനിലെ US 5-ാം കപ്പൽപ്പട താവളത്തിലും കുവൈത്തിലെ അലി അൽ സലീം വ്യോമതാവളത്തിലും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. 2 ദിവസമായി നടന്ന സംഘർഷത്തിൽ 8 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് തകരാർ സംഭവിച്ചതായി ഇറാൻ അവകാശപ്പെടുകയും ചെയ്തു. എണ്ണ വിൽക്കുമ്പോൾ ഇറാന് പണം കൈപ്പറ്റാനും അനുമതിയുണ്ട്. നേരത്തെ ഈ അനുമതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാന്റെ എണ്ണ വാങ്ങിയ പല രാജ്യങ്ങളും പണം കൈമാറിയിട്ടില്ല. ഈ പണം തിരിച്ചു കിട്ടണമെന്നാണ് ഇറാന്റെ മറ്റൊരു പ്രധാന ആവശ്യം. എല്ലാ രാജ്യങ്ങളുമായും ഡോളർ അടിസ്ഥാനത്തിൽ എണ്ണ വിൽക്കാമെന്ന് അമേരിക്ക നൽകിയ അനുമതിയിൽ പറയുന്നുണ്ട്. എന്നാൽ ക്യൂബ, വടക്കൻ കൊറിയ, ക്രിമിയ എന്നീ രാജ്യങ്ങളുമായി ഇടപാട് പാടില്ല എന്നും നിബന്ധനയുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവം നടന്നതോടെയാണ് അമേരിക്ക ഇറാനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചത്. പിന്നീട് പല ഘട്ടങ്ങളിലായി ഉപരോധം വിപുലീകരിച്ചു. ഇതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇറാന്റെ എണ്ണ വാങ്ങാൻ സാധിക്കാതെ വന്നു. ചൈന ഇറാന്റെ എണ്ണ വാങ്ങുന്നത് തുടരുന്നുണ്ട്. ചൈന മാത്രമാണ് ഇറാന്റെ എണ്ണ വലിയ അളവിൽ വാങ്ങുന്നത്. പുതിയ സാഹചര്യത്തിൽ ഇന്ത്യയും ഇറാന്റെ എണ്ണ വാങ്ങും. മാത്രമല്ല വിപണിയിൽ കൂടുതൽ എണ്ണ വരുന്നതോടെ വില കുറയുന്നതും ഇന്ത്യക്ക് നേട്ടമാകും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.